ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ സേതു കുന്നമ്മൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ്. സാധാരണ നിങ്ങൾ പച്ചക്കറി വിളവെടുക്കുന്നത് കണ്ടിരിക്കും. ഇത് ഞാൻ ഏല വിളവെടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ വേറെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇലകളാണ്. അപ്പോൾ ഞാൻ ഇന്ന് വളർത്തിയിട്ടുള്ളത് കുമ്പളത്തിൻ്റെ ഇലയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ ഇതാണ് ആ ഇല. ഇത് ഇറച്ചി കുമ്പളങ്ങയുടെ ഇലയാണ്. അപ്പോൾ ഈ ഇലനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഏറ്റവും ടേസ്റ്റുള്ള സാധനം. നമ്മൾ ഈ കാന്താരി ഇട്ടിട്ട് ചീനാപ്പറങ്കി കാന്താരി ഇട്ട് വെള്ളം വെച്ച് കഞ്ഞിവെള്ളത്തിലാണ് ഇത് വെക്കേണ്ടത്. കഞ്ഞിവെള്ളത്തിൽ പാകത്തിന് വെള്ളം വെച്ച്, കാരണം വെള്ളം കൂടാൻ പാടില്ല. വെള്ളം കൂടിയാൽ ഈ കുമ്പളത്തിൻ്റെ ഇലക്ക് ഒരു പ്രത്യേകത ഉണ്ട്, വേവ് കൂടിക്കഴിഞ്ഞാൽ കഴിക്കും. അപ്പോൾ കഴിക്കാത്ത രൂപത്തിൽ നല്ല പാകം ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ടേസ്റ്റുള്ള സാധനമാണിത്. ഈ ടെക്കോര ചീനാപ്പറങ്കി കൂട്ടി കഴിച്ച പച്ച വെളിച്ചെണ്ണയുടെ ചൊവയും ഒക്കെ പാടാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ എനിക്ക് വായിൽ വെള്ളം വരുന്നത്, കാരണം ഞാനത് ഉപയോഗിച്ച് കഴിച്ച് ശീലമായതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള സാധനം, ഞാൻ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ ഒരുവിധം ഇലകളൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. കോവക്ക, അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കാത്തൊരു സാധനമുണ്ട് നമ്മളെ തൊടുവിൽ, കഞ്ഞിത്തൂവ. ഏറ്റവും നല്ല ടേസ്റ്റുള്ള സാധനങ്ങളൊക്കെ അറിയാം, ചില ആളുകൾക്ക് ഉപയോഗിക്കാറുണ്ടാവും. അപ്പോൾ ഞാൻ ഇലവർഗ്ഗം കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ചെയ്യാറുള്ളത് എന്താ വെച്ചാൽ, എല്ലാ സാധനമുള്ള സ്ഥലത്ത് ഒന്ന് കഴിയുമ്പോഴത്തേന് ഇപ്പോൾ വെണ്ടയായാലും പയറായാലും അടുത്തത് പാകമാകുന്ന രീതിയിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലം ഉണ്ടായിട്ടല്ല, എല്ലാ സ്ഥലത്തെയും അഡ്ജസ്റ്റ് ചെയ്ത് വിഷമില്ലാത്ത പച്ചക്കറി. കാരണം എനിക്കറിയാം മുകളിൽ നിന്ന് വരുന്ന പച്ചക്കറിയൊക്കെ. അപ്പോൾ നിങ്ങൾ പയറൊക്കെ അങ്ങനെ വാങ്ങിയാണ്ട് വീട്ടിൽ വെച്ച് നോക്കുകൊണ്ട്, പുറത്തുനിന്ന് 4 ദിവസം കഴിഞ്ഞാലും ആ പയറിനൊരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന പയർ ഉച്ച കഴിയുമ്പോഴത്തേന് പാടും. അപ്പോൾ അതൊക്കെ പ്രത്യേകം സ്ഥലത്തിന് വിഷമൊക്കെ അടിച്ച് മുക്കി കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അപ്പോൾ കഴിയുന്നതും ആളുകൾ ഇതുണ്ടാക്കുക. ഇതിൻ്റെ കായ ഇറച്ചി കുമ്പളങ്ങയാണ്. ബീഫിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ല. അജാതി ടേസ്റ്റാണ്, അപാര ടേസ്റ്റുള്ളതാണ്. വലിയ കഷ്ണാക്കിയിട്ട് ബീഫിൻ്റെ കൂടെ അത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ ഭാഷയിൽ ഞാനൊക്കെ തേങ്ങാച്ചോറുക്കാണ് അത് ഉപയോഗിക്കാറ്. അല്ലാതെ നാടൻ കറിയായിട്ട് നാടൻ ചോറുക്കും എല്ലാത്തിനും പറ്റുന്ന ടേസ്റ്റുള്ള സാധനമാണ് ഈ കുമ്പളങ്ങയാണത്. നമ്മളെ ഇറച്ചി കുമ്പളങ്ങ എന്ന് പറയും നമ്മൾ. ഇനിയിപ്പോൾ ബീഫ് പറ്റാത്തവർക്ക് ചിക്കനിലിട്ട് വെക്കാം. ഏറ്റവും നല്ല ഉറപ്പുള്ള, നല്ല ടേസ്റ്റ്, ഉടയാത്ത സൈസ് കുമ്പളങ്ങയാണിത്. നല്ല ടേസ്റ്റുള്ള കുമ്പളങ്ങയാണ് ഈ ഇലൻ്റെ കുമ്പളമാണ്. അപ്പോൾ എല്ലാവരും അത് പരീക്ഷകളുള്ള സ്ഥലങ്ങളിൽ കഴിയുന്നത്, ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന മാതിരി നമ്മൾ ഈ വിഷരഹിതമാക്കുക. വിഷമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിയുന്നതും ഉള്ളിൽ കഴിയുന്നത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയാണ്ട്, എൻ്റെ ഒരു റിക്വസ്റ്റായി നിങ്ങൾ കാണണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്നും, ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നുമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കാരണം ജനങ്ങളിൽ എത്തിക്കാൻ എനിക്ക് വേറൊരു മാർഗ്ഗമല്ല. പല രീതിയിൽ പല ആളുകളും പല പരസ്യങ്ങളൊക്കെ കൊടുത്ത്, ഇപ്പോൾ മറ്റൊരാൾ പറഞ്ഞ മാതിരി ജൈവമാണെന്ന് പറയും, വാങ്ങുന്നത് ചിലപ്പോൾ മരുന്നടിച്ചതായിരിക്കും. പക്ഷേ നമുക്ക് ജൈവമായാലും നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലം വേണ്ട. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ചെയ്യണമെന്നാണ് ഒരിക്കൽ കൂടി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബൈ.